അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് കിതാബ് ലിസാനുൽ ഖുർആൻ അതിലെ 2ാമത്തെ പാഠഭാഗം അവ്വലുമൻ ആമന മിനൽ അത്ഫാലി, കുട്ടികളിൽ ആദ്യം വിശ്വസിച്ചവർ. നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പാഠഭാഗത്തിന്റെ വിശദീകരണം ഒന്ന് അറബി മലയാളം ബുക്ക് വായിക്കുന്നത് പോലെ മനസ്സിലാക്കാം. അലി റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബിയാണ്. 4 ഖലീഫമാരിൽ 4ാമത്തെ ആളാണ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്. അദ്ദേഹത്തിന്റെ മാതാവ് അസദിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുമാണ്. സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. കുട്ടികളിൽ വെച്ച് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ച അലി റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിലെ ഒരാളാണ്. അപ്പൊ ഇത്രയാണ് ആ പാഠത്തിൽ നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ പാഠത്തില് പേര് ചേർത്ത് വരുന്ന കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, വ ഉമ്മുഹു ഫാത്തിമ ബിൻത്ത് സൗജത്തു ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹു, ഹിയ ബിൻത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെ നാമത്തോടു കൂടി വരുന്ന കാര്യം അതാണ് ഇസ്മിയായ ജുംല. ഇസ്മിയായ ജുംല അതാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കി പോകുന്നത്. നമുക്ക് ഇനി അതിൻ്റെ വർക്കും ഉദാഹരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കാം. പാഠത്തിൽ നാമവാക്യങ്ങളോട് കൂടി വന്ന വേർഡ്സുകളൊന്ന് മനസ്സിലാക്കാം. അവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഹാബി എന്ന് വന്നു അല്ലേ? അവിടെ നാമത്തോട് കൂടിയിട്ടാണ് വന്നത്. അലി റളിയല്ലാഹു അൻഹു സഹാബിയാകുന്നു എന്ന്. അപ്പോൾ അവിടെ നമുക്കത് ഒന്നാമത്തത് അവിടെ പോയിന്റ് മനസ്സിലാക്കാം. പിന്നെ അവിടെ ഉമ്മുഹു ഫാത്തിമത്തുൻ, അദ്ദേഹത്തിന്റെ മാതാവ് ഫാത്തിമയാകുന്നു. ഫാത്തിമ എന്ന നാമത്തോടു കൂടി ഉമ്മ എന്ന നാമത്തോടു കൂടി വന്നു അല്ലേ? മനസ്സിലാക്കാം. പിന്നെന്താണ് സൗജത്തുഹു ഫാത്തിമത്തു സഹ്റാഉ, അദ്ദേഹത്തിന്റെ ഭാര്യ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാകുന്നു. പിന്നെ അവിടെ വരുന്നത് എന്താണ്? ഹിയ ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹദി തിരുനബിയുടെ മകളാകുന്നു. അപ്പൊ അതൊക്കെ നാമത്തോട് കൂടി വന്നതാണ്. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന ഇസ്മിയായ ജുംല എന്നത്. ഇനി അടുത്തത് എന്താണ് വന്നത്? താഴെയുള്ള ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച ജുംല അവിടെ പൂർത്തിയാക്കി കൊടുക്കാനാണ്. അവിടെ ജദീദത്തുൻ, ജദീദത്തുൻ എന്ന് വന്നു. അപ്പൊ അവിടെ ഒന്ന് എന്താണ്? ഡാഷ് ജദീദത്തുൻ എന്നാണ്. അപ്പൊ അതിന് യോജിച്ചത് എന്താണ്? ജദീദത്തുൻ എന്ന് പറഞ്ഞാല് അവിടെ പുതിയതാകുന്നു എന്നാണ്. അപ്പോൾ അസ്സയ്യാറത്തു ജദീദത്തുൻ, വാഹനം, സയ്യാറ വാഹനം, വാഹനം പുതിയതാകുന്നു എന്നാണ്. അപ്പൊ അതൊന്ന് നമുക്കവിടെ ഒന്ന് സയ്യാറത്തുൻ എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? 2 ഡേഷ് സൊയ്റുൻ, സൊയ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊയ്ർ എന്ന് പറഞ്ഞാൽ ചെറിയതാകുന്നു എന്നാണ്. അപ്പൊ അവിടെ എന്താണ് ചെറിയത് എന്നുള്ളത് യോജിച്ചത്? അത്തിഫ്ലു, അത്തിഫ്ലു സൊയ്റുൻ, കുട്ടി ചെറിയതാകുന്നു. അത്തിഫ്ലു, അത്തിഫ്ലു സൊയ്റുൻ, കുട്ടി ചെറിയതാകുന്നു. ഇനി മൂന്നാമത്തെ അത്വാം, അത്വാം, ത്വാം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ്. അപ്പൊ അവിടെ രസമുള്ളതാണ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ലദീദുൻ, അത്വാമു ലദീദുൻ, ഭക്ഷണം രസമുള്ളതാകുന്നു. നാലാമത്തത് അൽ ബിൻത്ത്, അൽ ബിൻത്ത് മകൾ. അപ്പൊ അവിടെ ജാലിസത്തുൻ, ജാലിസത്തുൻ മകൾ, മകൾ ഇരിക്കുന്നവളാകുന്നു. അൽ ബിന്തു ജാലിസത്തുൻ, മകൾ ഇരിക്കുന്നവളാകുന്നു എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. പിന്നെ നുത്തർ പരിഭാഷപ്പെടുത്താനാണ്. അൽ ബുസ്താനു ജമീലുൻ, ബുസ്താൻ എന്ന് പറഞ്ഞാല് തോട്ടം, തോട്ടം മനോഹരമാണ്. ജമീലുൻ മനോഹരം, ഭംഗി എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ? അപ്പൊ അൽ ബുസ്താനു ജമീലുൻ, തോട്ടം മനോഹരമാണ്. അവിടെ നമുക്ക് അതിന് നേരെ എഴുതി കൊടുക്കാം നമ്മുടെ ഭാഷയിലേക്ക്. അറബി മലയാളത്തിൽ എഴുതാം, മലയാളത്തിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനിയോ അൽ കിതാബു ജദീദുൻ,
ജദീദ് നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയതാകുന്നു എന്ന്. അൽ കിതാബ് പുസ്തകം, പുസ്തകം പുതിയതാകുന്നു. അൽ കിതാബ് ജദീദുൻ, പുസ്തകം പുതിയതാകുന്നു. ഇനിയാ താഴെ ഏകവചനം ബഹുവചനവും ജംഉം മുഫ്രദും. മുഫ്രദ് ഏകവചനം, ജംഅ് ബഹുവചനം കൂടുതൽ. അപ്പൊ അവിടെ ഖലീഫത്തുൻ, ഖലീഫത്തുൻ എന്ന് പറഞ്ഞാല് പ്രതിനിധി, പ്രതിനിധി എന്നാണ്. അപ്പൊ ഖുലഫാ പ്രതിനിധികൾ, ഖുലഫാ പ്രതിനിധികൾ. തിഫ്ലുൻ, തിഫ്ലുൻ കുട്ടി, അതിന്റെ ജംഅ് അത്ഫാലുൻ കുട്ടികൾ, കുട്ടികൾ. പിന്നെ അടുത്ത വർക്ക് വന്നത് താഴെ കുറച്ച് ആയത്തുകൾ തന്നിട്ടുണ്ട്. അതില് ഇസ്മിയായ ജുംല വന്നതിന് അടിവരയിടാണ്. അപ്പൊ അവിടെ 3 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ വദക്കറസ്മ റബ്ബി ഫസല്ല, അതില് ഇസ്മിയായ ജുംല ഇല്ല. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, അതിലും ഇല്ല. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ, അതില് വൽ ആഖിറത്തു ഖൈറും എന്നതില് ഇസ്മിയായ ജുംല വൽ ആഖിറത്തു ഖൈറും എന്നതാണ്. അപ്പൊ അത് നമുക്ക് അവിടെ അണ്ടർലൈൻ ചെയ്യാം. ഇനി അവിടെ താഴെ ഉള്ളത് പകർത്തി എഴുതാനാണ്, കോപ്പി എഴുതുന്ന പോലെ എഴുതണം. ആദ്യം നമുക്ക് അതിന്റെ മേലെ കൂടെ എഴുതാം. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീന എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ചര്യയും സന്മാർഗികളായ ഖലീഫമാരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ്. അപ്പൊ അതവിടെ അർത്ഥത്തോടെ മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ എഴുതാം. പിന്നെ അവസാനം മോൾജം, അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് അമ്മുൻ, അമ്മുൻ പിതൃവ്യൻ, സയ്യിദുൻ സയ്യിദത്തുൻ എന്ന് പറഞ്ഞ നേതാവ്, ഷബാബുൻ യുവാക്കൾ, തിഫ്ലുൻ കുട്ടി. അത്രയും മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഓരോ ഭാഗങ്ങളും ഓരോ ദിവസങ്ങളായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഒന്നായിട്ട് ഒറ്റ ദിവസം വീഡിയോ കണ്ട് മനസ്സിലാക്കരുത്. അപ്പം നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം അതൊക്കെ കണ്ട് നിങ്ങൾ ചെറിയ ഭാഗങ്ങളായിട്ട് ഓരോരോ ദിവസവും വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിക്കുക, എഴുതി വെക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ എഴുതുന്നതിലും പറയുന്നതിലൊക്കെ വന്ന് പെട്ടേക്കാം. അപ്പം എല്ലാവരും അത് കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.